ഇപ്രകാരം തന്നെ ധനവും അടിസ്ഥാനപരമായ ആവശ്യകതകൾ പൂർത്തീകരിക്കുവാൻ അനിവാര്യം തന്നെയാണ്. എന്നാൽ ധനത്തിന് സ്ഥിരതയില്ലല്ലോ. സ്ഥിരതയുള്ളത് കർമ്മങ്ങൾക്ക് മാത്രമാണ്. ഈ കർമ്മങ്ങൾ ധനത്തിന്റെ മാധ്യമത്തിലൂടെ നിർവഹിക്കുവാൻ സാധിക്കും. ഈ പ്രപഞ്ചത്തിൽ ആവശ്യത്തിനേക്കാൾ കൂടുതലായി ധനം പ്രാപ്തമാക്കിയിട്ടുള്ള വ്യക്തികൾ അവരുടെ മേലൊരു വലിയ ഉത്തരവാദിത്വമുണ്ടെന്ന് അവർ ഒരു കാരണവശാലും വിസ്മരിക്കുവാൻ പാടില്ലാത്തതാണ്. പ്രപഞ്ചത്തിലെ ഏറ്റക്കുറച്ചിലുകൾ അകറ്റി സമാനത സ്ഥാപിച്ചെടുക്കുക എന്ന കർത്തവ്യമുണ്ട്. ജീവിതത്തിൽ ഉയർന്നു വരുവാൻ സാധിക്കാത്തവരെയും അതിനുള്ള അവസരം ലഭിക്കാത്തവരെയും സ്വന്തം അത്യാഗ്രഹം വിസ്മരിച്ചുകൊണ്ട് സഹായിക്കേണ്ടതാണ്. ധനം അത്യാവശ്യമാണത്രേ മഹർഷി. കാരണം ധനം അടിസ്ഥാന ആവശ്യകതകളെല്ലാം പൂർത്തീകരിക്കുന്നതിൽ സഹായകരമാവുന്നതാണ്. എന്നാൽ ആഗ്രഹങ്ങളെല്ലാം ആവശ്യകതകളാണെന്ന് തെറ്റിദ്ധരിക്കുന്നവർക്ക് എത്ര ധനമുണ്ടെങ്കിൽ തന്നെയും അത് പര്യാപ്തമായെന്ന് വരികയില്ല. കാരണം ആഗ്രഹങ്ങൾ അനന്തമാണ്. അതിനാൽ മനുഷ്യർ ഒരിക്കലും അവസാനിക്കാത്ത അവരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുവാൻ വേണ്ടി ധനം സമ്പാദിക്കുക എന്നത് മാത്രമാണ് ജീവിത ലക്ഷ്യമെന്ന് കരുതുന്നു. അവർ അത്യാഗ്രഹികളായി മാറും. ജീവിതത്തിലെ പ്രധാന ലക്ഷ്യം ഈശ്വര സാക്ഷാത്കാരമാണെന്ന കാര്യം അവർ വിസ്മരിക്കുകയും ചെയ്യുന്നു. അത്തരം അത്യാഗ്രഹികളായ വ്യക്തികൾക്ക് മൃത്യു വരിക്കുന്ന സമയത്ത് പോലും ദുഃഖമുണ്ടാകുന്നതാണ്. പ്രാപ്തമാക്കിയതൊന്നും മതിയായില്ല എന്ന ദുഃഖം, ഇനിയും ബാക്കിയുണ്ട് എന്ന ദുഃഖം. ആ സമയത്ത് ക്ഷണനേരത്തേക്ക് പോലും അവർക്ക് ഈശ്വരനെ സ്മരിക്കുവാൻ കഴിയുന്നില്ല. സ്വന്തം ജീവിതം നിരർത്ഥകമായി എന്നും വ്യർത്ഥമായി പോയി എന്നും അവർ മനസ്സിലാക്കുന്നില്ല. ആയതിനാൽ സുഖമായി ജീവിക്കുവാൻ ധനം വേണമെന്നതിലുപരിയായി അവരവരുടെ ആഗ്രഹങ്ങളും ആവശ്യകതകളും തിരിച്ചറിയണമെന്നത് അനിവാര്യമായ കാര്യമാണ്. പക്ഷെ പ്രഭു, അദ്ദേഹം മുൻപ് തന്നെ ധനികനായിരുന്നല്ലോ. അദ്ദേഹത്തിന് ഇത് എന്തു ചെയ്യുവാനാണ്? ധനം എത്രയേറെയുണ്ടെങ്കിലും അത്രി മഹർഷി, അടിസ്ഥാന ആവശ്യങ്ങൾ എല്ലാവർക്കും ഒന്നു തന്നെയാണ്. ശരീരം മറയ്ക്കുവാനായി വസ്ത്രം, വിശപ്പ് ശമിപ്പിക്കുവാനായുള്ള ആഹാരം, വിശ്രമിക്കുവാനായി ഒരു വാസസ്ഥലം. ഈ ആവശ്യകതകളെല്ലാം പൂർത്തിയായതിനു ശേഷവും ഉണ്ടാകുന്നത് അത്യാഗ്രഹങ്ങളാണ്. ധനികരായ വ്യക്തികൾ അധികമായി ആർജിക്കുന്ന ധനം നിശ്ചയമായും ദാനം ചെയ്യേണ്ടതാണ്. അടിസ്ഥാന ആവശ്യകതകൾ പോലും പൂർത്തീകരിക്കുവാൻ കഴിയാത്തവരുടെ ഉന്നമനത്തിനു വേണ്ടിയുള്ളതാണ്. ഇപ്രകാരം ചെയ്യുന്നതിലൂടെ പ്രപഞ്ചത്തിൽ സമാനതയുണ്ടാവുന്നതാണ്. വിദ്വേഷമുണ്ടാവുകയും സദ്ഭാവന നിലനിൽക്കുകയും ചെയ്യും. എന്നാൽ ചില വ്യക്തികൾക്ക് ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. അവർക്ക് തങ്ങൾ ശേഖരിച്ചു വെച്ചിട്ടുള്ള ധനത്തോടുള്ള അത്യാഗ്രഹം കൊണ്ട് അതിൽ നിന്നും ഒരംശം പോലും മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ അവർ തയ്യാറാവുന്നില്ല.